നമ്മളാരും മാസൂമിങ്ങളല്ല, നമ്മളാരും പ്രവാചകന്മാരൊന്നും അല്ലല്ലോ. നമ്മൾ മാസൂമിങ്ങളല്ല. മാസൂമിങ്ങൾ പറഞ്ഞാൽ കംപ്ലീറ്റ് പേഴ്സൺസ് അല്ല. ഈ ലോകത്ത് കംപ്ലീറ്റ് പേഴ്സൺ ഒറ്റ ആളേ ഉള്ളൂ, ഇൻസാനുൻ കാമിൽ, ദ പെർഫെക്റ്റ് പേഴ്സൺ. അത് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കൾ പോലും ആ അർത്ഥത്തിൽ കംപ്ലീറ്റ് അല്ല. അവർ അള്ളാഹു അത് ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദറജ ഒരു ടോപ്പിൽ നിലനിർത്താൻ വേണ്ടി അള്ളാഹു എടുത്ത ഒരു ഹിക്മത്താണ് എന്നാണ് ഇമാമിങ്ങളുടെ വിശദീകരണം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഞാനും നിങ്ങളും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ ഭാര്യ നമ്മളെല്ലാവരും പരിപൂർണരല്ല. നമുക്ക് നമ്മുടേതായ വീക്ക്നെസ് ഉണ്ടാവും. ഈ വീക്ക്നെസ് മാത്രം നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അലൈൻമെൻറ്റ് ക്ലിയർ ആക്കാൻ കഴിയില്ല. വീക്ക്നെസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നല്ല ഒരു ബന്ധം ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇതിൽ പൂർണ്ണരായ ആളുകൾ ഉണ്ടെങ്കിൽ കൈമുക്കും. പൂർണ്ണരുണ്ടോ? ഇതിൽ ഉണ്ടോ? ഉണ്ടോ? പൂർണ്ണരായ ഉണ്ടോ? പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ടോ പൂർണ്ണരായ ആൾക്കാർ? എല്ലാം തികഞ്ഞ ഒരു തെറ്റും ഇല്ലാത്ത ഫുൾ പോസിറ്റീവ് മാത്രമുള്ള ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ കൈമുക്ക്. എനിക്ക് ദ്വാരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ കുടുംബത്തിലുണ്ടെങ്കിലോ സഹോദരങ്ങൾ, അങ്ങനെ എൻ്റെ കുടുംബത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ അങ്ങനെ ഉണ്ടാവില്ല എന്ന്. കാരണം നമ്മൾ സാധാരണക്കാരായ മനുഷ്യന്മാരാ. അനങ്ങിയാ ദേഷ്യം പിടിക്കുന്ന, അനങ്ങിയാ ചീത്ത പറയുന്ന, പിന്നെ ചിലപ്പം എല്ലാം വന്നിട്ട് സാരമില്ല ഞാൻ അറിയാതെ പറഞ്ഞതെന്നൊക്കെ പറയൂ, സോറിയൊക്കെ പറയുന്ന, അങ്ങനെയൊക്കെയുള്ള നിസ്സാരന്മാരായ ആളുകളാണ് നമ്മൾ. ഇവിടെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ബന്ധങ്ങൾ തകരാൻ കാരണം, കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ തകരാൻ കാരണം ഒന്ന്, ഇതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെ, ബാപ്പ ഉണ്ടാകുമ്പോൾ ബാപ്പാനെ ഒന്ന് ചേർത്ത് പിടിക്കാനും ഉമ്മ ഉണ്ടാകുമ്പോൾ ഉമ്മാനെ ഒന്ന് ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയുന്നില്ല. മക്കളുടെ കൂടെ കളിയും ചെറിയും തമാശയുമായിട്ട് സമയം ചെലവഴിക്കാനും നമുക്ക് പറ്റുന്നില്ല. നമ്മൾ ആകെ കെട്ടിപ്പിടിക്കലെപ്പോഴാണെന്നറിയോ? ഉംറക്ക് പോകുമ്പോൾ കെട്ടിപ്പിടിക്കൽ പ്രത്യേകം തോറുന്നതാണോ എനിക്കറിയില്ല, പ്രത്യേക പ്രതിഫലമുള്ള കാര്യമാണ്. ഉംറക്ക് പോകുമ്പോൾ കെട്ടിപ്പിടിക്കണം, സുന്നത്ത് അങ്ങണ്ടോ? അതില്ലാതെ പറയുന്നു. നമ്മളെ ജീവിതത്തിൽ അത് ഉമ്മയായിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, മുത്താപ്പായിക്കോട്ടെ, ആരായിക്കോട്ടെ, ആകെ കെട്ടിപ്പിടിക്കൽ ഈ ഉംറക്ക് പോകുമ്പോൾ. അപ്പോഴാണ് ഇത് പ്രത്യേകത അല്ലാതെ ഉസ്താദ് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ അകന്നു പോയി നിങ്ങൾ ആ വിഷയത്തിലൊക്കെ. എന്തുകൊണ്ട് അറബ്സിനെയും അതേപോലെ തന്നെ ഉത്തരേന്ത്യൻ ബെൽറ്റിലുള്ള ആളുകളൊക്കെ മാതൃകയാക്കണം തോന്നുന്നു. ആ ആളുകളൊക്കെ ആ വിഷയത്തിൽ കുറച്ചുകൂടെ ഒക്കെ ഫോർവേഡ്. അവർ ഭയങ്കര കെട്ടിപ്പിടുത്തം. ഓരോ നാട്ടുകാർക്ക് ഓരോ മോഡൽ കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ട്. ഞാനൊരുത്തോടെ കാശ്മീരിൽ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു സ്കൂളിൽ ചെന്ന സമയത്ത് അവിടെ ഒരു കാശ്മീരികൾക്ക് ഭയങ്കര ആരോഗ്യമാണ്. നമ്മൾ മതിയല്ല. അവിടെ പീർപ്പാഞ്ചാലെന്നിട്ട് വലിയൊരു മല ഉണ്ട്. അതിൻ്റെ മുകളിലേക്കൊക്കെ നമ്മൾ നടന്ന് കയറാൻ തന്നെ പ്രയാസപ്പെടും. ഇവർ വലിയ ലോഡൊക്കെ, നമ്മുടെ ലോഡ് ഉണ്ടാവില്ല, നമ്മുടെ ലോഡ് മുഴുവൻ കൈ പിടിച്ചിട്ട് അവരുടെ ലോഡും കൈ പിടിച്ചിട്ട് ഉഷാറായിട്ട് പോകും. എന്നിട്ട് നമ്മൾ കുറേ ബാക്കിലായിരിക്കും. അത്ര കപ്പാസിറ്റി ഇവർ. അപ്പോൾ ഈ കാശ്മീരിൽ ചെന്ന സമയത്ത് ഒരു സ്കൂളിൽ വന്നപ്പോൾ അവിടെ എന്നെ വെൽക്കം ചെയ്താ, കൈയൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു കെട്ടിപ്പിടുത്തോ. ആ കെട്ടിപ്പിടുത്തത്തിൽ അന്തരാത്മാവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഒന്ന് ഇവിടെ കെട്ടിപ്പിടിക്കും, ഒന്ന് പിടിക്കും, പിന്നെ ഇവിടെ 3 തവണ ആക്കൂലേ. ഒന്നാമത്തെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പകുതി ജീവനെ ഞാൻ പറഞ്ഞു വൈസാബ് കാഫി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കിട്ടുന്ന ഉറുത്തൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് വേദിയിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ തൊടലും തലോടലും തൊട്ട് തലോടിയിട്ടുള്ള സ്നേഹത്തോടെയുള്ള ബന്ധങ്ങളും കുറവാണെന്ന്. ഈ കുടുംബത്തിൽ ബാപ്പയും മക്കളും അല്ലെങ്കിൽ ഉമ്മയും മക്കളും അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിലും ആ തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ കുറവാണ്. അത് കുറേ കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഡിവൈസുകളാണ്. അത് പറഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ നാട്ടിൽ കുടുംബസംഘം ഇവിടെ കൂടിയത് എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഡിവൈസുകൾ, കുടുംബങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഡിവൈസുകൾ മാറ്റിവെക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ അവിടെ സ്നേഹത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല. ഇത് ഞാൻ ഈ പറഞ്ഞ മാറ്റർ പറയുമ്പോൾ പ്രായമുള്ളവർക്ക് വല്ല സന്തോഷവും പ്രായം കുറഞ്ഞവർക്ക് ഇയാൾ തുടങ്ങി എന്നുള്ള ഇയാൾ തന്ത വൈബാണ് എന്നുള്ള ഒരു പരാമർശവും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം പറഞ്ഞല്ലേ പറ്റുള്ളൂ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാവപ്പെട്ട ഒരാളാണ്. 15 വർഷമായി, 2010 അവസാനം മുതൽ ഈ 2024 വരെ 15 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കൗൺസിലിംഗ് കേസുകൾ കാണുന്ന ഒരു പാവപ്പെട്ട ഒരു കൗൺസിലറാണ്. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു പഠനത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? സ്ക്രീൻ ടൈമിനെ കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നത്, ഒരു വ്യക്തി ആ യുവാക്കളെക്കുറിച്ചും വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള പഠനത്തിലാണത് പറയുന്നത്. യുവാക്കൾ മാത്രമല്ല, കുറേ ആൾക്കാർ അതിൽ പെട്ടുപോയിട്ടുണ്ട്, പ്രായമുള്ളവരും പെട്ടുപോയിട്ടുണ്ട്. എന്താ സംഭവം? ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ 50% സ്ക്രീൻ ടൈമാണ്. സ്ക്രീനിൽ അത് TV ആയിരിക്കാം, മൊബൈലായിരിക്കാം, ലാപ്ടോപ്പായിരിക്കാം, പാംടോപ്പായിരിക്കാം, ടാബായിരിക്കാം, പലതുമായിരിക്കാം. സ്ക്രീൻ ടൈം 50% വിട്ടുകടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അത് നമ്മുടെ കുട്ടികളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. നമ്മളെന്താണെന്നറിയാം, ഒരു പ്രശ്നം വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരായി മാറിയിട്ട് ഒരു കാര്യമില്ല. ചില കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായ രീതിയിൽ കാര്യങ്ങൾ പോകണം.